താലിബാൻ മിസൈലോ? എടാ നിക്കണ അവിടെ, എടാ നിക്കാൻ. ബിൻ ലാഡൻ. ഈ കുട്ടിയുടെ ഒരു കാര്യം, ഫോൺ ഇങ്ങനെ അടിക്കന്നെ. മീരമോളെ, മോളെ മോളെ, ദേ ഫോൺ അടിക്കുന്നു. അയ്യോ, സ്വാമി സാറാ ഓഫീസിൽ നിന്ന്. പിള്ളേച്ചേട്ടൻ സംസാരിക്കേ. ഹലോ, ഞാൻ പുറത്തു പോയിരിക്കാൻ പറഞ്ഞേ, അത്യാവശ്യമായിട്ട്. ഞാൻ പുറത്തു പോയിരിക്കാ അത്യാവശ്യമായിട്ട്. അല്ല മീര, മീരമോള് പുറത്തു പോയിരിക്കാ. പിക്കിൾസിന്റെ അച്ചാറിന്റെ പരസ്യം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അച്ചാറിന്റെ പരസ്യം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ മീര ഉച്ചയ്ക്ക് ഓഫീസിൽ വരും. അതെ, മീര ഉച്ചക്ക് ഓഫീസിൽ വരും. എന്തിനാ മോളെ ഈ നേരം വെളുക്കുമ്പോ തന്നെ എന്നെ കൊണ്ട് ഈ നുണയൊക്കെ പറയിക്കണേ? പണി കഴിഞ്ഞു വെച്ചാ അത് ഓഫീസിൽ കൊണ്ട് കൊടുത്തൂടെ? ഇന്നൊരാളെ കാണാനുണ്ടായിരുന്നു പിള്ളച്ചേട്ടാ. ഇന്നലെ ഞായറാഴ്ചയായിട്ടും വന്നില്ല. അത് ശരി, രാജൻ കുഞ്ഞിനെ കാണാനല്ലേ? ഒരു ഞായറാഴ്ച ഒന്ന് കണ്ടില്ല എന്ന് വരുമ്പോഴേക്കും ഇങ്ങനെ കയറ് പൊട്ടിക്കണെങ്കില് പിന്നെ എന്തിനാ ഇനി താമസിക്കണേ? ആ ചടങ്ങ് നടത്തിക്കൂടെ എന്റെ വീരമോളെ? ഇന്നലെയും കൂടി മോളുടെ അമ്മ വിളിച്ചിരുന്നു. ഇത്രയും കാലം കല്യാണം വേണ്ടാന്ന് പറഞ്ഞ് നടന്ന എന്റെ കുട്ടിയുടെ മനസ്സിലാക്കിയത് ഏത് മിടുക്കനാന്ന് ചോദിച്ചു. ഞാനൊരു മിടുക്കനാണെന്ന് പറയുകയും ചെയ്തു. മോട്ടർ ശരിയാക്കാവുന്ന ആളാവും. രാവിലെ വരാന്ന് പറഞ്ഞിരുന്നു. ഞാനേ ഒന്ന് പോയിട്ട് വരാം. ഓ, ഒരു മിടുക്കൻ. 3 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. 5 മിനിറ്റ് ഡ്രൈവ്. സൺഡേ ഹോളിഡേ. കാലിത്തീറ്റ കമ്പനിയുടെ മഹാനായ സെയിൽസ് മാനേജർക്ക് ഒന്ന് വരാൻ തോന്നിയില്ല? ശരിക്കല്ലേ? ഇങ്ങോട്ട് വന്നില്ലെങ്കിലേ ഞാൻ അങ്ങോട്ട് വരും. വിടൂല്ല മോനെ. കാലിത്തീറ്റേ. വണ്ടിയുണ്ട്, അപ്പ ആളുണ്ട്. എവിടെയായിരുന്നു ഇന്നലെ? ഞാൻ അത് പിന്നെ കള്ളും കുടിച്ച് ബോധമില്ലാണ്ട് കിടക്കായിരുന്നു. കണ്ടാൽ അറിയാനുണ്ട്. എത്ര കുപ്പി തീർത്തു?
ഹലോ ഹലോ മീര. ഹലോ രാജനാണ്. മോളെ വീരമോളെ മോളെ വീരമോളെ പിള്ളച്ചേട്ടാ അയാൾ അയാൾ പിള്ളച്ചേട്ടാ എനിക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കണം. അമ്മയെ വിളിച്ച് ഞാൻ വരുന്നുണ്ടെന്ന് പറയണം. കേശവാ, നീ ആ കരിക്കെല്ലാം കുത്തി താഴെ ഇടട്ടോ. ചെത്താൻ 2 തെങ്ങ് കൊടുത്തിട്ടുണ്ട്. ഇനി ആ വാസം എന്ന് കേട്ടോ അവ വരാൻ തുടങ്ങണേ. നിങ്ങൾ എന്തിനാ ഇവിടെ? ഞാനൊരു കോക്കനട്ട് ബെവറേജ് എക്സ്ട്രാക്ടർ ആണ്. അമ്മായി, ഒരു ട്രാക്ടർ വന്നിരിക്കണോ? ട്രാക്ടറോ? നീയായിരുന്നോ ട്രാക്ടർ? ചെത്താൻ ഇന്ന് വരാ നാളെ വരാന്ന് പറയാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി? ഞാനൊന്ന് ജലാലാബാദ് വരെ പോയി. അവിടെ എന്താ? ഒരു ജലാലുദ്ദീനെ കാണാൻ. അവിടുന്ന് കാശിക്ക് പോയി. വാശിക്ക് പോയതാ. ഏതാണ് ഈ പെൺകുട്ടി? ഒരു സഹായത്തിന് വന്നതാ. ബന്ധത്തിലെ കുട്ടിയാ ലത. 3 ആഴ്ചയായി വന്നിട്ട്. നീ വേഗം ചെന്ന് ചെത്താൻ നോക്ക്. ഞാൻ മിക്കവാറും വേറെ ടൂറിലായിരിക്കും. കുട്ടിക്ക് താല്പര്യമാണെങ്കിൽ പൂനെ, താനെ, സിംല, ഗുവാഹട്ടി. പിന്നെ രാജസ്ഥാനിൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്. രാജസ്ഥാനാവും. എങ്ങനെ മനസ്സിലായി? അല്ല, ജലാലാബാദിൽ ജലാലുദ്ദീൻ ആവുമ്പോ രാജസ്ഥാനിൽ രാജസേനാവില്ലോ. ബ്യൂട്ടിഫുൾ. അല്ല, ഇയാൾക്ക് മലമ്പുഴയിലുണ്ടോ കൂട്ടുകാരൻ? മലമ്പുഴയിൽ മലം. എന്തു പറ്റി? ഞാൻ ചെത്തട്ടെ. അതാ നല്ലത്. ഉച്ചക്കെ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. രാവിലെ തന്നെ പുറപ്പെട്ടു. നിന്റെ കാലിത്തീറ്റക്കാരനോടൊന്ന് വരാൻ പറയായിരുന്നില്ലേ? ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇത് ശാന്തയുടെ മോള് ലത, നിനക്ക് ഓർമ്മയില്ലേ? ഓ, ഇവള് വലിയ പെണ്ണായി പോയി. വാ, ഇനി അകത്തേക്ക് കയറിയിട്ടാവാം വിശേഷങ്ങള്. ബാഗ് ഞാൻ എടുക്കാം ചേച്ചി. വാ. അമ്മേ, ഇത് നമ്മുടെ വാസല്ലേ? അതെ, ഹാപ്പി മീറ്റിംഗ് യു. വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം ഗോമതി അമ്മേ. ഇന്ന് നല്ല ദിവസമല്ല. ചെത്തല നാളെ തുടങ്ങാം ഐശ്വര്യമായിട്ട്. എന്റെ അമ്മോ. ഒരു ചായ. അതെ ഗോനേട്ടാ, പച്ചക്കറി വാങ്ങിട്ട് വരാം. അമ്പുജാക്ഷി, ഓർമ്മയുണ്ടോ ഈ മുഖം? എന്ത് ചേട്ടാ ഇങ്ങനെ ചോദിക്കണേ? സ്മരണ വേണം, സ്മരണ. നിന്റെ അമ്മ തോട്ടുമറങ്കായലിൽ ബോട്ട് മുങ്ങി ചത്തപ്പോ ഞാനാണ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. 6 മാസങ്ങൾക്ക് മുമ്പ് അല്ലേ? ആരാരുമില്ലാത്തൊരു പെൺകുട്ടിക്ക് ആശ്രമം ഉണ്ടായിക്കോട്ടെ എന്ന്, ആശ്രയം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി. അതിനിപ്പോ എന്താ? ഒരു ജോലിക്കാരിയായിട്ടല്ല നിന്നെ ഗോവിന്ദേട്ടൻ കാണുന്നത്. അതെനിക്ക് അറിഞ്ഞൂടെ ഗോവിന്ദേട്ടാ? അറിഞ്ഞാ മതി. അപ്പോ ആരെയും നോക്കാതെ ഇടമലം തിരിയാതെ പോണം. ചുറ്റും കൂടുന്ന വായ നോക്കി അമ്പോക്കികളുടെ വലയിൽ വീഴല്ലേ. ഒന്ന് വീഴ്ത്താൻ വേണ്ടി പലരും നോമ്പ് നോറ്റ് നടക്കുക.
വീടല്ലേ വീടല്ലേട്ടാ അയ്യോ, വീണല്ലോ നിനക്ക് എന്തെങ്കിലും പറ്റിയോ? പറ്റിയാലും ഞാനതങ്ങ് സഹിച്ചോളാവേ. എന്ത്? അയ്യോ 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 വെള്ളം 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 കയ്യേറ്റടയിലും പെട്ടു. എടാ നീ എന്റെ സൈക്കിൾ നശിപ്പിച്ചല്ലോടാ. അവൾ വന്നിരിക്കുന്നു. ഇഞ്ചിപ്പാറ ഗ്രാമത്തിന്റെ നെഞ്ചിരിപ്പ് കൂട്ടാൻ ആ സുന്ദരി വീണ്ടും ആകതയായിരിക്കുന്നു. ആര്? വാസു, പറ പറ. മീരല്ലോടു മീര, തെക്കപ്പാടത്തെ ഗോമതിയമ്മയുടെ മകൾ മീര പരസ്യ കമ്പനിയിൽ പണിയെടുക്കാൻ നഗരത്തിലേക്ക് പറന്നുപോയ പരസ്യക്കിളി ഇഞ്ചിപ്പാറയുടെ കുളിര്. ആ കുളിര് മാറാക്കിളി വീണ്ടും ഇന്നാട്ടിലേക്ക് ചിറകടിച്ച് പറന്ന് മടങ്ങി വന്നിരിക്കുന്നു. ഏകാന്ത പതിയായി ഉച്ചകള്ളി. എന്റെ ആദ്യത്തെ നമ്പറിൽ തന്നെ ആ തരണിമണി വീണു. ഇപ്പൊ ചാവോ ഇയാള്? ആദ്യത്തെ നമ്പറിൽ തന്നെ വിടാൻ രാമദേവനോ? അല്ല, പക്ഷേ ഇതിനേക്കാൾ ഭേദമാ. പോടാ പോടാ പട്ടി പോടാ, പോയി കാറ്റടിക്കാൻ നോക്ക്. അതെന്താ വാസേട്ടാ ഈ കാറ്റടിക്കുന്ന പരിപാടി? അതല്ലേ മോനെ പരിപാടി. നീ ശരഭഞ്ജനം കണ്ടിട്ടുണ്ടോ? 14 പ്രാവശ്യം നിന്റെ അച്ഛൻ അതിലുണ്ടായിരുന്നു. ആ പടത്തില് ജയൻ ചേട്ടൻ കുതിരയെ മസാജ് ചെയ്യുന്നൊരു സീനുണ്ടായിരുന്നു, ഷീല ചേച്ചിയുടെ നെഞ്ചിരിപ്പ് കൂട്ടാൻ. അതേപോലെ മായികമാടെ തയ്യക്കടയിലേക്ക് പോകുന്ന നേരമായാൽ ഇവിടെ ഒരു കാറ്റടി മത്സരം നടക്കും, മസില് പെരുപ്പിക്കാൻ. അത് ശരഭഞ്ജനം, ഇത് വലിയ പഞ്ചർ. കണ്ണും കയ്യും കാണിക്കാണ്ട് ചെത്താ നോക്ക് വാസുവേ. തുടങ്ങുവാണ്, ഐശ്വര്യമായിട്ടും തുടങ്ങുവാണ്. അതിനു മുമ്പ് ഗോപതമ്മയെ കണ്ട് അനുഗ്രഹമാക്കണമെന്നും തോന്നി. നാഗരാജ്ഞികൾ നൽകി അനുഗ്രഹിക്കൂ. സൂക്ഷിച്ചു കയറണേ വാസു. എത്രയെത്ര തെങ്ങുകൾ, എത്രയെത്ര കള്ളുംകുടങ്ങൾ, എത്രയെത്ര വീഴ്ചകൾ. വീഴ്ചയോ? വീഴ്ചയല്ല, നേർച്ച. 16 തെങ്ങാറാൻ എനിക്കൊരു നേർച്ചയുണ്ട്. ഞാനും കൂടി അല്ലട്ടോ. നല്ല വീഴ്ചയായി പോയി. വീഴ്ചയായിരുന്നോ? ഞാൻ വിചാരിച്ച വല്ല നേർച്ചയായിരിക്കുന്നു. അയ്യോ, എന്റെ നടുവേ. അല്ലെങ്കിൽ ഇന്ന് ദിവസം കൊള്ളത്തില്ല, ശനിയാഴ്ചയല്ലേ. തിങ്കളാഴ്ച ആയിക്കോട്ടെ, നല്ല ദിവസം നോക്കി കയറാം. വരട്ടെ. അയ്യോ, തിങ്കളാഴ്ച വീഴണേ, അല്ല വരണേ. ഇടങ്കാല് വെക്കുന്ന സൈക്കിളാം മനുഷ്യനെ നാണം കെടുത്താൻ. ഇക്കണക്കിന് ഇയാള് തെങ്ങിന്റെ മുകളിൽ എത്ര പരിപാടി ഉണ്ടാവില്ല. ലതേ, എനിക്ക് 2 ബ്ലൗസ് തയ്ക്കാനുണ്ട്. എവിടെയാ നല്ലത്? മാഗി മേഡത്തിന് കടയിൽ കൊടുക്കാൻ ചേച്ചി. വൈകിട്ട് ലൈബ്രറിയിൽ നിന്ന് വരുന്ന വഴിക്ക്.
ഹലോ എങ്ങോട്ടാ? വെള്ളവും മരം ഇല്ലാണ്ട് എന്റെ ഒരു പടം വരച്ചു തരാൻ പറ്റുമോ? ഇപ്പൊ ഞാൻ ഇത് തീർക്കട്ടെ, നിന്റെ പടം നാളെ ആവാം. നമ്മുടെ വാടക വീട്ടിലേക്കാന്ന് തോന്നുന്നു. പുതിയ താമസക്കാരാ. അതെയോ? അമ്മായി പറഞ്ഞിരുന്നു രാവിലെ. ബാങ്ക് മാനേജർ അത്രേ. വേവാട്ടെ, സൂക്ഷിച്ച് 4 കാലിലെ കട്ടില്ല, തട്ടിമുട്ട കാലൊടിക്കരുത്. ഒടിക്കും ഞാൻ കാല്. തോന്നതിനോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടാണ് സമ്മതിച്ചത്. ബാങ്ക് മാനേജർ കുടുംബമാണ്, വാടകയൊക്കെ പേരിന് മാത്രം മതി. നമ്മുടെ നാട്ടിൽ നമ്മൾ തന്നെ വേണ്ട നോക്കി നടത്താൻ. ഇവർക്കൊക്കെ എങ്ങനെയാ? അതിനിപ്പോ എന്ത് കണക്ക് പറയാനാ? ഇങ്ങനെ നമ്മുടെ പിള്ളേരല്ലേ. അപ്പം എന്ത് എളുപ്പമാണെങ്കിലും ഒന്ന് വിളിച്ചാൽ മതി. വാസു പെരപ്പുറത്തുണ്ട്, അല്ല വിളിപ്പുറത്തുണ്ട്. നന്ദു എവിടെ? അങ്ങോട്ട് മറന്നു. നന്ദു, നന്ദു, നിനക്ക് വേണ്ടിയിട്ടാ അച്ഛൻ ഈ നാട്ടിൻപുറത്തേക്ക് ട്രാൻസ്ഫർ ചോദിച്ചു മേടിച്ചത്. നിനക്ക് ടൗണിൽ നിന്ന് മാറണം, മനസ്സിന് സുഖമില്ലാന്ന് പറഞ്ഞപ്പോ എന്നാ പിന്നെ എങ്ങനെയൊക്കെ ആയിക്കോട്ടെന്ന് വെച്ചു. ഇനി ഒന്നും ഓർക്കണ്ട, ഒക്കെ മറക്ക. എവിടേക്കാ രാവിലെ? മോർണിംഗ് ആണോ? കുറച്ച് പാല് വാങ്ങിക്കണമായിരുന്നു. ഇവിടെ എവിടുന്നാ കിട്ടുക? ഡോണ്ട് വറി, പേടിക്കണ്ട, കള്ളല്ല, പാല് തന്നെയാ. മിൽമ മിൽമ മിൽമ. ഇവിടെ പൊറോട്ട പോകുന്നതിന്റെ കടയിലാ പാല് വരുന്നത്. 2 അടി നടന്നാ മതി. ഇന്നായതുകൊണ്ട് ഞാൻ നേരിട്ട് കൊണ്ടുവന്നതാ. ഇനി എന്തെങ്കിലും എളുപ്പമാണെന്നുണ്ടെങ്കിൽ വായെന്ന് വിളിച്ചാൽ മതി. അടുത്തുണ്ട്. എനിക്ക് കുറച്ച് നല്ല മണ്ണ് കിട്ടുമോ? മണ്ണോ? മഹാബലിയോട് പണ്ട് വാമനൻ 3 അടി മണ്ണ് ചോദിച്ച പോലെ വല്ല ആണോ? തനിക്ക് എന്നോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ അല്ലേ? അതല്ല, ഞാൻ സ്കൾപ്ചർ ഉണ്ടാക്കാൻ. കളിക്കറോ? ആ, സ്കൾപ്ചർ, ഈ ശില്പങ്ങൾ. ഓ, ശില്പിയാണല്ലേ? കൊത്തുപണി. അതെ. കൊത്തുന്നൊരു ചിലർ ഈ ലൊക്കാലിറ്റിയിലുണ്ട്. ആ, പക്ഷെ അമ്മക്ക് മുറം കിട്ടണം. മൊറോ? ആ, മുറം. മുറത്തിൽ കയറി കൊത്താൻ മുറം വേണ്ടേ? ഞാൻ പറഞ്ഞത് അതല്ല, ഈ ക്ലേ മോഡലിംഗിന്റെ കാര്യ.
കോളേജിൽ പഠിക്കുമ്പോ പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പ്രൈസൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് സ്കൂളിൽ പഠിക്കുമ്പം. തവളയാട്ടത്തിന്. ചിരിക്കണ്ട ചിരിക്കണ്ട. പണ്ടൊക്കെ തവളയാട്ടത്തിനും കുതിരചാട്ടത്തിനും ഒക്കെ ആയിരുന്നു മത്സരങ്ങള്, മനസ്സിലായോ? പക്ഷേ ഇപ്പൊ എങ്ങനെയാണെന്നറിയോ? മതിലിയാട്ടമല്ലേ, മതിലിയാട്ടം. അത് പോട്ടെ. 3 മണ്ണല്ലേ ഞാൻ കൊണ്ടുവരാം. വശ എന്നുള്ള മണ്ണ് കശകശാന്ന് ശില്പങ്ങളുണ്ടാക്കാം. ഞാൻ പോയിട്ട് വരട്ടെ. കള്ളൂറ്റു പെണ്ണെ കള്ളൂറ്റു പെണ്ണെ കൊഞ്ചു കുഴഞ്ഞു നീ കള്ളൂറ്റു കള്ളൂറ്റു പെണ്ണെ കള്ളൂറ്റു പെണ്ണെ കൊഞ്ചു കുഴഞ്ഞു നീ കള്ളൂറ്റു. ഞാൻ നോക്ക് ചേച്ചി. അതാണ് വല്ല വട്ടനാവും ചേച്ചി. ബാങ്ക് മാനേജർ മോനെന്നാ തോന്നണേ. പുഴക്കരെ കണ്ടതേ. നിനക്കെങ്ങനെ മനസ്സിലായി? അത് പിന്നെ ഇവിടുത്തെ ആളല്ലേ, മുഖം കണ്ടാൽ അറിയാം. വായി നോക്കി പോ ചേച്ചി. അല്ലെങ്കിൽ ആ വാസനോട് ചോദിക്കാമല്ലോ. ചോദിക്കാം ചോദിക്കാം. ഈ ചേച്ചി എന്റെ കരളേ, നാളെ 10 മണിക്ക് ടൗണിൽ വരണം. മ്യൂസിയത്തിന്റെ അടുത്ത്. സ്വന്തം കൃഷ്ണൻകുട്ടി. അയ്യോ, ദാശായണി ചേച്ചിയുടെ പശുവിനെ ഒന്ന് മാറ്റി കെട്ടാൻ പറഞ്ഞിരുന്നു. മാളയിലെ കല്യാണം കഴിഞ്ഞ് അവര് വന്നാ പിന്നെ ചെവിതല് കേക്കില്ല. ഞാൻ ഇപ്പൊ വരാച്ചി. ലതേ, ഞാൻ ഇപ്പൊ വരാം. പശുവിനെ ഒന്ന് മാറ്റി കെട്ടട്ടെ. നന്നായിട്ടുണ്ട്. റിയലി ബ്യൂട്ടിഫുൾ. എന്താ ചേച്ചി?
റോഡിൽ പുല്ല് മുളക്കുന്നതിന് പകരം ആണി മുളക്കുന്നുണ്ടോ? ഹോ, എന്റെ കർത്താവെ, ഒടുക്കത്തൊരു പഞ്ചർ. ടുഡേ ഹോളിഡേ. ഇതെന്താ ഒരു പതിവില്ലാത്ത ഹോളിഡേ? എന്തെങ്കിലും ആട്ടെ, നമുക്ക് എന്ത് കാര്യം. ഓ, ഭയങ്കര പരവേശം. ഒരു വല്ലാത്ത കാഴ്ചയായിരുന്നു. അതെയോ? എങ്ങോട്ടാ കൃഷ്ണൻകുട്ടി? ഒരു 5-8 കിലോ മൈദ വാങ്ങണം. ഞാനും ഉണ്ടാക്കും ദോശേട്ടാ, പൊറോട്ട. നീ പോയിട്ട് വാ. ആരാ? വീട്ടുപാടോ വാങ്ങിക്കാൻ. ആ, ലതയാണല്ലേ? ഗോമതിയമ്മ വിളിച്ചു പറഞ്ഞിരുന്നു. നിക്കോട്ടോ. ആരാത്? മീര ചേച്ചി, ഗോമതിയമ്മയുടെ മോളാ. എന്താ അവിടെ നിക്കണേ? ഒന്ന് കേറിയിട്ട് പോവാൻ കുട്ടിയെ. പരസ്യ കമ്പനിയിൽ ജോലിയല്ലേ? അതെ. അമ്മ പറഞ്ഞിരുന്നു. എവിടേക്കാ രണ്ടുപേരും കൂടി? 2-3 പെയിന്റിങ്സ് ഉണ്ട്. ഒന്ന് ഫ്രെയിം ചെയ്യാൻ കൊടുക്കണം. നോക്കട്ടെ. ഉയ്യോ. ആ, നീ വന്നോ? എന്റെ മോനാ നന്ദു. കുറച്ച് പടം വരെയൊക്കെ ഇവന്റെ കയ്യിലുണ്ട്. ക്ലേ മോഡലിങ്ങിലും പെയിന്റിങ്ങിലും ഒക്കെ യൂണിവേഴ്സിറ്റി വിന്നറാ. ആ, ഹൗസോളുടെ മോളാ. ഇത് ഞാനും കുറേശ്ശെയൊക്കെ കുത്തിവരയ്ക്കുന്ന കൂട്ടത്തിലാ. നന്നായിട്ടുണ്ട്. റിയലി ബ്യൂട്ടിഫുൾ. അയ്യോ, അപ്പൊ ഇത് നിലത്തിട്ട് ചവിട്ടി കൂട്ടോ? എന്താ ഇങ്ങനെ? നന്ദുവിനറിയാം. എന്താ കുട്ടിയെ, ഇവൻ വല്ല ശരികേടും കാണിച്ചോ? അങ്ങനെയൊന്നുമില്ല. കുട്ടി ഒന്നും കാര്യാക്കരുത്. അവന് കുറച്ച് വിഷമങ്ങളൊക്കെ ഉള്ള സമയാ. മനസ്സ് ശരിയല്ല. അതാ അവൻ. വിഷമങ്ങൾ ആർക്കാ ഇല്ലാത്തത്? എല്ലാം മറക്കാ വേണ്ടത്. പെണ്ണായി ഞാൻ പോലും അങ്ങനെയാ. എന്നിട്ടാണോ ആൺകുട്ടികള്? സോറി. സാരല്ല. എപ്പോഴും ഒറ്റയ്ക്കിരിക്കാണ്ട് ആളുകളുമായിട്ട് മിണ്ടിയും പറഞ്ഞു നടക്കുക. അതാ വേണ്ടത്. ആ, ഒരു ദിവസം വീട്ടിലേക്ക് വരൂ. കാണാനും മാത്രം ഇല്ലെങ്കിലും കുറച്ച് പെയിന്റിങ്സ് അവിടെയുണ്ട്. വരാം. ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. ഇടയ്ക്കൊക്കെ വരണം. വിഷമങ്ങൾ ആർക്കാ ഇല്ലാത്തത്? എല്ലാം മറക്കുക വേണ്ടത്.
പേടിച്ചോ? പേടിച്ചു. ഒച്ച കേട്ടിട്ടല്ല, മോന്ത കണ്ടപ്പോ പേടിച്ചു. ആഹാ. നിനക്ക് കാണാൻ ഇവിടെ ആരുമില്ല. അച്ഛനും അമ്മയും പുറത്തു പോയിരിക്കുക. എനിക്കറിയാം. ശിവശങ്കർ ഞങ്ങള് രാവിലെ തന്നെ അച്ഛനെ വിളിച്ചിരുന്നു. ചേലക്കരയിലെ കല്യാണത്തിന് പോണെന്ന് പറഞ്ഞിട്ട്. അങ്കിളും മാധവി ആന്റി വീട്ടിലേക്ക് വരികയും ചെയ്തു. അച്ഛനും അമ്മയും അവരുടെ കൂടെ പോവുകയും ചെയ്തു. ഞാൻ പതുക്കെ മുങ്ങി. എന്നിട്ട് ഇവിടെ പൊങ്ങുകയും ചെയ്തു, എന്നെ ബുദ്ധിമുട്ടിക്കാൻ. നീ അങ്ങോട്ട് മാറി നിൽക്ക് രശ്മി. ഇങ്ങനെയുണ്ട് ആൺകുട്ടികള്. സുന്ദരിയായ ഒരു പെൺകുട്ടി, അതും വീട്ടുകാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുറപ്പിച്ച കുട്ടി. മറ്റാരുമില്ലാത്ത നേരത്ത് തനിച്ച് ഒരു ആൺകുട്ടിയുടെ മുറിയില് എങ്ങനെ അങ്ങ് വന്ന് നിന്നാലേ? അയാൾ ആൺകുട്ടിയാണെങ്കിൽ എന്താ ചെയ്യാ? എന്തായാലും കളിമണ്ണും കുഴിച്ചോണ്ടിരിക്കില്ല, അതുറപ്പാ. നിനക്കിപ്പോ എന്താ വേണ്ടേ? എന്താ വേണ്ടെന്ന് ചോദിച്ചാ അതിപ്പോ മതി മതി. എന്റെ MA എക്സാമിന്റെ റിസൾട്ട് ഇന്നോ നാളെ വരും. പിന്നെ ഒരു ജോലി തരാക്കണം. അത് കഴിഞ്ഞ് ഒരു താലി വാങ്ങി ഒരു കുരങ്ങത്തി പെണ്ണിന്റെ കഴുത്തി കെട്ടണം. അതുവരെ ഈ കളിമണ്ണും കുഴിച്ചോണ്ട് ഞാൻ ഇങ്ങനെ ഇരുന്നോളാം പെണ്ണെ. ഞാൻ പോണോ? നിക്ക്. എനിക്ക് പോണം, ഗിറ്റാർ ക്ലാസ് ഉണ്ട്. അതെ, നന്ദു എസ് മേനോൻ. അതെ, MA ഇംഗ്ലീഷ്. സെക്കൻഡ് റാങ്കോ? താങ്ക് യു സർ. നന്ദു 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 നന്ദു. ആരാ? വാടക വീട്ടിൽ പുതിയതായി വന്ന ഓ, മനസ്സിലായി. പെയിന്റിങ്സ് കാണാൻ ഒരു ദിവസം വരാൻ പറഞ്ഞിരുന്നു. നേരെ മുകളിലുണ്ട്, അങ്ങോട്ട് ചെന്നോളൂ. ആ നന്ദു വരൂ. എങ്ങനെയുണ്ട് എന്റെ പണിശാല? നന്നായിട്ടുണ്ട്. ഇത് മുഴുമിപ്പിച്ചില്ലല്ലോ. ഇത് വരച്ചുകൊണ്ടിരിക്കുമ്പോഴാ ഞാനൊരു വട്ടു മനുഷ്യനോട് അയാൾ ഉണ്ടാക്കിയ സ്കൾപ്ചർ നന്നായി എന്നൊന്ന് പറഞ്ഞു പോയത്. അതിന് അയാൾ ഉണ്ടാക്കിയ പുകില് ഓർമ്മയുണ്ടോ?
അതിനുള്ള പ്രായശ്ചിത്തം ഇയാള് ചെയ്യണം. ഇയാള് കാരണം മുഴുമിപ്പിക്കാതെ പോയ പെയിന്റിംഗ് ഇയാള് തന്നെ കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പോ. അയ്യോ ഞാനോ? ഇപ്പോഴോ? ഇപ്പൊ തന്നെ. ആ, തന്റെ അമ്മ പറഞ്ഞതാണ് താൻ പെയിന്റിങ്ങിലും ക്ലേ മോഡലിങ്ങിലും യൂണിവേഴ്സിറ്റി വിന്നറാണെന്ന്. അതുകൊണ്ടേ ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട. അയ്യോ, ഒരു മിനിറ്റ്. ആകെ വൃത്തികേടായി. എന്താ? ഏയ് ഒന്നുമില്ല, ഞാനിത് കൊണ്ടുപോകാം, എന്നിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാം. അമ്മായി കാലൊന്നും നീട്ടി വെച്ചേ. എന്താ ചൂട് കൂടിപ്പോയോ? ഇല്ല, സാരല്ല. ബ്രോക്കർ ദിവാകരന്റെ അടുത്ത് ഇത്തടെ ഒന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ അമ്മായി, എന്തിനാ? നിന്റെ കാര്യത്തിൽ എനിക്ക് ചില ഉത്തരവാദിത്വം ഒക്കെ ഉണ്ടല്ലോ. മീരയുടെ കാര്യമായിരുന്നു ഒരു മനപ്രയാസം. ഇപ്പൊ ഗുരുവായൂരപ്പന്റെ സഹായം കൊണ്ട് അത് അങ്ങോട്ട് ശരിയായി. ഇനി നിനക്കും കൂടെ ഒരു ബന്ധം ശരിയാക്കിയ എനിക്കൊരു സമാധാനവും. പെട്ടെന്നൊരു കല്യാണം വേണ്ട. എന്താ അത്? അത് പിന്നെ അമ്മേ, കുളിമുറിയിൽ സിമന്റ് ഒക്കെ അടഞ്ഞു കിടക്കുക. എന്താ ചെയ്യാ? പിന്നാമ്പുറത്ത് ഓല വെച്ച് കെട്ടിയിട്ടുണ്ട്. തൽക്കാലം കുളിമുറി, പുതിയ കുളിമുറി, ഓല കുളിമുറി. ഇവിടെ കുളിമുറി ഔട്ട്ഡോർ ആക്കി. ഭവാനെ, ഈ ലോകത്തിന്റെ മുക്കിനും മൂലയിലും തെങ്ങുമരങ്ങൾ നട്ടുപിടിപ്പിച്ച് അങ്ങയോട് ഈ പ്രപഞ്ചത്തിലെ സകലമായ ചെത്തുകാരെ നാമധേയത്തിൽ ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. നന്ദി പരമ്പൊരുളേ, നന്ദി പരമ്പൊരുളേ, നന്ദി. ഒരാളെയും കാണുന്നില്ലല്ലോ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ. ഗോവിന്ദൻ വടക്കാഞ്ചേരി ഉത്സവം കാണാൻ പോയതല്ലേ, പിന്നെ എങ്ങനെ ഇന്ന് കട മുടങ്ങണേ? അത് നോക്കിട്ട് എന്നെ കാര്യം. ഒരു ചായ. അംബുജപ്രസാദവും നെറ്റിയിലും അവിടെ ഇവിടെയൊക്കെ വരത്തേച്ച്. കണ്ടോ? എന്തത്?
ഉത്സവമൊക്കെ കഴിഞ്ഞാ തോന്നുന്നു ചേട്ടാ. ഇല്ലടാ പോയെ, വെടിക്കെട്ട് ബാക്കിയുണ്ട്, അത് നിനക്കായിട്ട് ബാക്കി വെച്ചിരിക്കുക. പാവ എവിടെ പോയി? കടയാണോ കട പോലൊരു കട, പല കട കണ്ടത് കടകല്ലിത് കട, പല കട കണ്ടത് കടകല്ലിത് കട, രൂപം പോലൊരു കട, ഇത് കടയാണിത് കടയാ, കടയാണിത് കടയാ. കടയുടെ സുന്ദരിയ അമ്പുജാഷി ഇനി മുതലേ കടയുടെ ആരും കാണില്ലേ, ആരും കാണില്ലേ. ചായക്കട കൂട്ടിയടക്കി കിടന്നിറക്കിയ ഓട്ടം ഇനിമേലിൽ പോകുന്നേട്ടൻ നാവ് കുളിച്ചില്ലേ, ഓട്ടയടിക്കില്ലേ. കടയാണോ കട പോലൊരു കട, പല കട കണ്ടത് കടകല്ലിത് കട, പല കട കണ്ടത് കടകല്ലിത് കട, കടരൂപം പോലൊരു കട, ഇത് കടയാണിത് കടയാ, കടയാണിത് കടയാ. കടപഴുപൊരു കൊട്ടയിലുണ്ട്, ആൾക്കിണ്ടിയിൽ വാട്ടറുമുണ്ട്, അതിരാവിലെ കട്ടനടിക്കാൻ വന്നേ പലരായി, വന്നോരാ പൊറോട്ട കറിയും ചാടിയടിക്കുന്നേ. കടയാണോ കട പോലൊരു കട, പല കട കണ്ടത് കടയല്ലിത് കട, പല കട കണ്ടത് കടയല്ലിത് കട, കടരൂപം പോലൊരു കട, ഇത് കടയാണിത് കടയാ, കടയാണിത് കടയാ. കടയുടമ ഗോവിന്ദനും സുന്ദരിയ അമ്പുജാഷി ഇനി മുതലേ കടയുടെ ഉള്ളിൽ ആരും കാണില്ലേ, ആരും കാണില്ലേ. ചായക്കട പൂട്ടി അടച്ച് കടമടച്ച് ഓട്ടം തൂക്കി ഇനി മുതൽ ഗോവിന്ദൻ ഓട്ടയടിക്കില്ലേ. കടയാണോ കട പോലൊരു കട, പല കട കണ്ടത് കടയല്ലിത് കട, പല കട കണ്ടത് കടയല്ലിത് കട, കടരൂപം പോലൊരു കട, ഇത് കടയാണിത് കടയാ, കടയാണിത് കടയാ. കടപഴുപൊരു കൊട്ടയിലുണ്ട്, ആൽക്കണ്ടിയിൽ വാട്ടറുമുണ്ട്, അതിരാവിലെ കട്ടനടിക്കാൻ കടലെ മാറി തട്ടുന്നേ. കടയാണോ കട പോലൊരു കട, പല കട കണ്ടത് കടയല്ലിത് കട, ഞാനൊന്നും ചെയ്യില്ല കാല, നിന്റെ അമ്മൂടെ പൊടിക്കും. എന്താ എന്ത് പറ്റി? ഇനി നമ്മുടെ കടയിൽ പൊറാട്ട വേണ്ട, ഇന്ന് കട മുടക്കവും വേണ്ട. നീ കിടന്ന് ഉറങ്ങിക്കളയരുത്. ഇല്ല. ആ നന്ദു, വാടക വാങ്ങാൻ ആള് വരും. രൂപ മേശവരിപ്പിൽ വെച്ചിട്ടുണ്ട്, എടുത്തു കൊടുക്കണം. ആ പണപ്പിരിവിന് ഇറങ്ങിയതാ, വാടക പിരിക്കാൻ. ലത അവളുടെ വീട്ടിൽ പോയിരിക്കുക. കാശ് പിരിക്കണ പണി അമ്മ എന്നെ ഏൽപ്പിച്ചു. വരൂ, എന്റെ സ്കൾപ്ചേഴ്സും കാണാലോ. ആ വരൂ. മുറി നിറച്ച് സ്ത്രീകളാണല്ലോ, പറ്റിയ കൂട്ട്. ഇതൊക്കെ കാണുമ്പോ എന്റെ ഒരു പോർട്രേറ്റ് ചെയ്യിച്ചാലോ എന്ന് തോന്നുക. പറ്റോ? പറ്റുമെന്ന് ചോദിച്ചാ പറ്റും, പക്ഷെ കുറെ സമയം എടുക്കുന്ന കാര്യമാണ്. ഇപ്പൊ വേണമെങ്കിൽ ഒരു പെൻസിൽ സ്കെച്ച് നോക്കാം. 5 minutes. 5 minutes-ഓ? അത് വെറുതെ പോളൂ. ഒളിവൊന്നുമല്ല, 5 minutes കൊണ്ട് ഞാൻ സ്കെച്ച് ചെയ്ത് തരാം. എന്നാലൊന്ന് നോക്കണല്ലോ. ഞാൻ റെഡി. ഞാനും റെഡി. പെൻസില്. അയ്യോ, കട്ടർ.
ബ്ലേഡ് എങ്കിൽ ബ്ലേഡ്. നിമിഷകവി എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ചിത്രം വരയ്ക്കുന്ന കാര്യത്തിലും അങ്ങനെ ഒരാളുണ്ടെങ്കിലേ കണ്ടിട്ട് തന്നെ കാര്യം. നടക്കാത്ത കാര്യാണെങ്കില് ഏറ്റു പറഞ്ഞോളൂ കേട്ടോ. അല്ലെങ്കിലേ യൂണിവേഴ്സിറ്റി വിന്നറുടെ പേര് ഞാൻ നാറ്റിച്ചു കളയേ. ഇപ്പൊ എങ്ങനെയുണ്ട്? കൈ വല്ലാതെ വിങ്ങുന്നു. തല ഇപ്പോഴും കറങ്ങുന്ന പോലെ. കുറച്ചു നേരം കിടന്നോളൂ, എല്ലാം ശരിയാവും. എന്നിട്ട് അപ്പോഴാണ് എന്റെ കയ്യിൽ നിന്ന് ടവലങ്ങ് പ്രാവായി. മാജിക്കാരുടെ ഒരു കാര്യേ. എവിടേക്കാണ്? ലൈബ്രറി പോണം, പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങണം. ലതേ, നീ വരുന്നുണ്ടോ?
ഹലോ പിള്ളച്ചേട്ടാ, ഞാൻ മീരയാണ്. എനിക്ക് അത്യാവശ്യമായി പിള്ളച്ചേട്ടനെ ഒന്ന് കാണണം. ഞാനും കുട്ടിയെ കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ അങ്ങോട്ട് വരാം. ആ, നാളെ തന്നെ. എങ്ങനെയുണ്ട് പിള്ളച്ചേട്ടാ എന്റെ കുട്ടിയുടെ ആള്? എടുക്കനാ, ആവശ്യത്തിന് സ്വത്തുണ്ട്. പാരമ്പര്യം പറയാ തറവാട്ടുകാരാ. കാലിത്തീറ്റ കമ്പനിയിലെ മാനേജരാ. 10,000 രൂപ ശമ്പളം കിട്ടുന്നൊക്കെ പറഞ്ഞു അവള്. ആ, ഇനി നിങ്ങൾ സംസാരിക്കേ. ഞാൻ തെങ്ങ് കയറിനോടത്തൊന്ന് പോയിട്ട് വരാം. കണ്ണ് തെറ്റിയ കള്ളം കാണിക്കും അവന്മാര്. പിള്ളച്ചേട്ടൻ എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? രാജൻ സാറ് മോട്ടോർ സൈക്കിൾ വരുമ്പോ വണ്ടി മരത്തേമേ ഇടിച്ചു. മോള് പോകുന്നതിന്റെ പിറ്റേ ദിവസമായിരുന്നു. ഇന്നലെ കാലത്താ ഞാൻ അറിഞ്ഞത്. മോളെ തിരക്കി ഇന്നലെ വന്നിരുന്നു. ഒരു കാലില് പ്ലാസ്റ്റർ ഇട്ടിരിക്ക. ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ കരയാന്നേ. എന്തായാലും ഇന്നോ നാളെയോ ആണിങ്ങെത്തും മോളെ കാണാൻ. പിള്ളച്ചേട്ടാ, ഞാൻ മോളൊന്ന് കാണുക, സംസാരിക്ക. ഇനി വേണ്ടാന്ന് വെക്കുകയാണെങ്കിലും അതങ്ങോട്ട് മുഖത്തോക്കി പറയാലോ. അല്ലെങ്കിലും കണ്ടു ഇഷ്ടായി എന്നല്ലാണ്ട് കല്യാണം വരെയൊന്നും ആയില്ലല്ലോ. എന്തായാലും ഒന്ന് കാണുക, സംസാരിക്ക. ഞാനൊന്ന് അപ്പുറത്തേക്ക് ചെല്ലട്ടെ. മീരെ, ഞാൻ വീട്ടിൽ പോയിരുന്നു. അമ്മയെ കണ്ടു. എനിക്കറിയാം മീരയ്ക്ക് എന്നോട് വെറുപ്പ് മാത്രമേ ഉണ്ടാവൂന്ന്. ഒക്കെ എന്റെ തെറ്റാണ്. എനിക്കറിയില്ല എങ്ങനെ അതൊക്കെ സംഭവിച്ചുവെന്ന്. തെറ്റുപറ്റിയത് എനിക്കല്ലേ? വൈകിയാണെങ്കിലും സ്നേഹിക്കാനും വിശ്വസിക്കാനും ഒരാൾ എനിക്ക് സ്വന്തമായി കരുതി പോയല്ലോ. തെറ്റത് എനിക്കാണ്. മീര പ്ലീസ്, എന്റെ തെറ്റ് ബോധ്യമായപ്പോ മീര ഒന്ന് കാണണമെന്ന് തോന്നി. അങ്ങോട്ട് വരും വഴിക്കാണ് ബൈക്ക്. 3 മാസം ഹോസ്പിറ്റലിൽ. അവിടെ കിടക്കുമ്പോഴാ മീരയെ ഞാൻ എന്തുമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത്. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോ വീണ്ടും മീരയുടെ അടുത്ത് വരണമെന്ന് തോന്നി. എന്തിന്? ഒന്ന് കാണാൻ, ഒരുമിച്ച് ജീവിക്കാൻ. മീര പ്ലീസ്, എനിക്കറിയാം അത്ര എളുപ്പം പൊറുക്കാവുന്ന തെറ്റല്ല ഞാൻ മീരയോട് ചെയ്തതെന്ന്. എങ്കിലും സി നൗ ഐ എം എ റിയലൈസ്ഡ് മാൻ. എല്ലാം മറന്ന് എന്നോട് ക്ഷമിച്ചൂടെ? മീര, എനിക്ക് നിന്നെ വേണം. ക്ഷമിച്ചൂടെ മീര? പ്ലീസ് പ്ലീസ് മീര. ക്ഷമിക്കാം, ഞാൻ ക്ഷമിക്കാം. പക്ഷേ എന്നോട് പൊറുക്കാൻ പറ്റുമോ? അതെ, എന്നോട് ക്ഷമ ചോദിച്ചില്ലേ? ആ തെറ്റ് ഞാനും ചെയ്തു കഴിഞ്ഞു. മറന്നും പുറത്തും കഴിയുമ്പോ നമുക്കൊരു ജീവിതം ബാക്കിയാവുന്നു അല്ലേ മീര? തിരിച്ചു കിട്ടുന്നു അല്ലേ മീര? പ്രിയപ്പെട്ട നന്ദുവിന് ഞാൻ ചാൾസ് ആണ്.
പ്രിയപ്പെട്ട നന്ദുവിന്, ഞാൻ ചാൾസ് ആണ്, രേഷ്മയുടെ ഗിറ്റാർ ഇൻസ്ട്രക്ടർ. 3 മാസമായി ഞാൻ ബോംബെയിലാണ്. ഈ കഴിഞ്ഞ ദിവസം രേഷ്മയുടെ ഒരു കത്തിനെ കിട്ടിയിരുന്നു. അതിൽ ഞാനും രേഷ്മയും തമ്മിലുള്ള ബന്ധം നന്ദു തെറ്റിദ്ധരിച്ചുവെന്നും മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറ്റിയെന്നെല്ലാം എഴുതിയിരുന്നു. 2 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട എന്റെ അനുജത്തെ പോലെയാണ് എനിക്ക് രേഷ്മ. എന്നെ ആശ്വസിപ്പിക്കാൻ ആ കുട്ടി ശ്രമിച്ചുപോയ ഏതോ ഒരു നിമിഷത്തെയായിരിക്കണം നന്ദു തെറ്റിദ്ധരിച്ചു പോയത്. നന്ദുവിനെ കുറ്റപ്പെടുത്താൻ എനിക്കാവില്ല. എങ്കിലും പറയുന്നു, രേഷ്മ പാവമാണ്. ഈ 26-ാം തീയതി രാവിലെ 11 മണിക്ക് നിങ്ങളുടെ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ രേഷ്മ വരും. അവളെ സ്വീകരിക്കാൻ നന്ദു അവിടെ ഉണ്ടാകുമെന്ന് ഞാൻ അവൾക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. 26-ാം തീയതി രാവിലെ 11 മണിക്ക്. ചാൾസ്. പോയിട്ട് വരാമേ. ചേച്ചി ഇടയ്ക്കൊക്കെ വരണം. ഗുരുവായൂർ വഴി പോകാം. ഇങ്ങനെ ഒരു ജീവിതം തുടങ്ങും മുമ്പ് ഒരു വഴിപാടിന്റെ കടം വീട്ടണം. ഭർത്താവായ ജീവിതം തുടങ്ങും മുമ്പ് എനിക്കൊരു കടം വീട്ടാനുണ്ട്. നന്ദു, ഒരു ചെറിയ ശിക്ഷ. ഈ 26-ാം തീയതി രാവിലെ 11 മണിക്ക് നിങ്ങളുടെ റെയിൽവേ സ്റ്റേഷനിൽ രേഷ്മ വരും. വീണുപോയോ? സാരമില്ല, എഴുന്നേറ്റുള്ളൂ. നല്ല സാധനമല്ല, ഒക്കെ പറ്റിക്കൽ കേസാ അല്ലേ? അതെ. അങ്ങനെ വെറുതെ പറഞ്ഞാ മതിയോ? ഇത്തിരി നോക്ക്, എന്നിട്ട് പറയേ. എനിക്ക് വേണ്ട. നോക്കടാ. വേണ്ട, എനിക്ക് പോണം. എവിടെ എവിടെ പോണം? ഒരാളെ കാണണം, കുറച്ച് ജോലിയുണ്ട്. ജോലി? ഓ, എന്റെ ജോലി. ആ, മറന്നുപോയി. എന്റെ ജോലിക്കുള്ള കാശാ അഡ്വാൻസ്. എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടത്? ശിക്ഷ, ചെറിയൊരു ശിക്ഷ. എനിക്കല്ല, Oh!